നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് കരുത്തരായ റയൽ മാഡ്രിഡ് ഇപ്പോൾ ഒരു കഷ്ടകാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാത്രമായി 3 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. മാത്രമല്ല ലാലിഗയിൽ ബാഴ്സലോണയോട് ഒരു വലിയ തോൽവി അവർ ഏറ്റുവാങ്ങിയിരുന്നു എന്നുള്ളതാണ്. സൂപ്പർ താരം കിലിയൻ എംബപ്പെ മോശം പ്രകടനമാണ് ക്ലബിന് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എംബപ്പെ വന്നതോടുകൂടി ടീമിൻ്റെ ബാലൻസ് തെറ്റി എന്നാണ് പലരും ഇപ്പോൾ ആരോപിക്കുന്നത്. എന്നാൽ FC ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയൻ ലാപ്പോർട്ട ഇക്കാര്യം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. എംബപ്പയുടെ വരവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എംബപ്പെ വന്ന സമയത്ത് ലാപ്പോർട്ട പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: എംബപ്പെ വരുന്നത് കൊണ്ട് തന്നെ റയലിൽ ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു താരത്തെ അവർക്ക് വിൽക്കേണ്ടി വരും. കാരണം ഒരേ പൊസിഷനിൽ വിനിക്കും അതുപോലെ തന്നെ എംബപ്പയ്ക്കും ഒരുമിച്ച് കളിക്കാൻ സാധിക്കില്ലല്ലോ. അവർ രണ്ടുപേരും മാർക്ക്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. എംബപ്പെ വരുന്നതോടുകൂടി റയലിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എംബപ്പെ ഒരിക്കലും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിഫ്റ്റ് അല്ല. ഇതായിരുന്നു അന്ന് ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോൻ ലാപ്പോർട്ട പറഞ്ഞിരുന്നത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവോ ഇക്കാര്യം ഒരിക്കൽ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാഴ്സ പ്രസിഡന്റ് അന്ന് പറഞ്ഞത് അക്ഷരം പ്രതി ഇപ്പോൾ ശരിയായി എന്നാണ് MD വിലയിരുത്തിയിട്ടുള്ളത്. അതായത് എംബപ്പെ വന്നതോടുകൂടി ഒരു ശരിയായ 11 കണ്ടെത്താൻ ഇതുവരെ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധികൾ ഇപ്പോൾ റയലിന് ഏൽക്കേണ്ടി വരുന്നത്. ഏതായാലും അടുത്ത ഗെറ്റാഫക്കെതിരെയുള്ള മത്സരത്തിലെങ്കിലും എംബപ്പെ തിളങ്ങും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.